Hello friends, നമുക്ക് dense rank function എന്താണെന്ന് നോക്കാം. dense rank function നമ്മുടെ rank function ഒരു വിൻഡോ ഫംഗ്ഷൻ ആണ്. അത് നമുക്ക് കോൺസെപ്റ്റ് ആയിട്ടുള്ള നമുക്ക് സീക്വൻഷ്യൽ ആയിട്ടുള്ള ഇൻറ്റിജർ വാല്യൂ ആണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടുക. അപ്പം സ്റ്റാർട്ടിങ് നമ്പർ തുടങ്ങുന്നത് 1 മുതൽ തന്നെയാണ്. സ്റ്റാർട്ടിങ് 1 മുതൽ തന്നെയാണ് തുടങ്ങുന്നത്. പിന്നെ സെയിം റാങ്ക് വാല്യൂ ഫംഗ്ഷൻസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരേ റാങ്ക് തന്നെ കീപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിന്റെ പിന്നെ ഉള്ള ഈ പോയിന്റ്സ് നമുക്ക് ഒരു എക്സാമ്പിൾ ചെക്ക് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഡെൻസ് റാങ്ക് ഫംഗ്ഷൻ മാതിരി തന്നെ എന്താണ് ഡെൻസ് റാങ്ക് നമുക്ക് ഓവർ പാർട്ടീഷൻ ബൈ കോളം ഓർഡർ ബൈ കോളം എന്ന് പറയാം. ഇതിൽ ഓർഡർ ബൈ മസ്റ്റ് ആണ്, പാർട്ടീഷൻ ബൈ കോളം മസ്റ്റ് അല്ല. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, എന്നിട്ട് നമുക്ക് ഈ ഫോർത്ത് പോയിന്റ് ചെക്ക് ചെയ്യാം. ഇപ്പോൾ കഴിഞ്ഞതിൽ നമ്മൾ നോക്കിയിരുന്നു, അതായത് റോ നമ്പറും റാങ്കും വെച്ചിട്ടുള്ള ഡാറ്റകൾ. ഓക്കെ, നമുക്ക് കസ്റ്റമർ എന്ന് പറഞ്ഞ ടേബിളിലുള്ള സെയിൽ എമൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഓർഡർ ചെയ്യുന്നത്, അതായത് റോ നമ്പറും റാങ്കും. അങ്ങനെ നമുക്ക് ഡാറ്റ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 to 10 ആണ് റോ നമ്പറിൽ വന്ന്, പക്ഷെ റാങ്ക് നമ്പറിലും 1 to 10 ആണെങ്കിലും ഇതിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന വാല്യൂ, അതായത് 2000 1 2 3 ഉണ്ട്. അപ്പോൾ ഇതിന്റെ റാങ്ക് എന്താ വന്നത്, റോ നമ്പർ 5 6 7 വന്നു, പക്ഷെ ഇവിടെ റാങ്ക് എന്താന്ന് വെച്ചാൽ 3 5 ആണ് വന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് റോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 8 ആയിരിക്കും. അതായത് 6ഉം 7ഉം സ്കിപ്പ് ചെയ്തിട്ട് 8 നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അങ്ങനെയാണ് റാങ്ക്. ഓക്കെ, നമുക്ക് ഡെൻസ് റാങ്ക് എങ്ങനെയാണ് നോക്കാം. സെയിം കോഡ് നമുക്ക് കോപ്പി ചെയ്യാം. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഡെൻസ് റാങ്ക്. ഓക്കെ, ഡെൻസ് റാങ്ക് ഇവിടെ നമുക്ക് ഡെൻസ് റാങ്ക് നമ്പർ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ജസ്റ്റ് ഡിസ്പ്ലേ. ഇപ്പൊ കണ്ടോ, ഇതിന്റെ ഡെൻസ് റാങ്ക് നമ്പർ ശരിക്കും 8 വരെ 8 വരെ കാണിക്കുന്നുണ്ടോ, കണ്ടോ. അപ്പോൾ നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് റോയിൽ എങ്ങനെ വന്നിട്ടുണ്ടെന്ന് നോക്കാം. ഡ്യൂപ്ലിക്കേറ്റ് റോയിൽ 3 5 വന്നിട്ടുണ്ട്, റാങ്ക് മാതിരി തന്നെ ഡാറ്റ വന്നിട്ടുണ്ട്. പക്ഷെ അടുത്ത റോ കണ്ടോ, അടുത്ത റോ എന്ന് പറഞ്ഞാൽ ഇതിനോട് ഇൻക്രിമെന്റ് ചെയ്തിട്ടുള്ള വാല്യൂകളാണ് കാണിക്കുക. അതായത് ഇപ്പോൾ ഡെൻസ് റാങ്ക് എത്രയാണ്, 6 ആണ് വന്നിട്ടുള്ളത്. ഇവിടെ മൾട്ടിപ്പിൾ ഡ്യൂപ്ലിക്കേറ്റ് റോ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് വരും, 2 6 കാണിക്കും, അടുത്തത് 7 കാണിക്കും. അങ്ങനെ സീക്വൻഷ്യൽ ഓർഡറിൽ തന്നെ അത് കാണിക്കും. അതാണ് ഡെൻസ് റാങ്ക്. ഓക്കെ, പക്ഷെ റാങ്ക് ആകുമ്പോൾ എങ്ങനെയാണ്, റാങ്ക് ആകുമ്പോൾ അതിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ സ്കിപ്പ് ചെയ്യും. അതായത് ഇപ്പൊ 3 5 വന്നിട്ടുണ്ട് അല്ലെ, ഇപ്പൊ 6ഉം 7ഉം ഇവിടെ സ്കിപ്പ് ചെയ്തിട്ട് 8 ആണ്. അതായത് ഇത് റോ നമ്പറിന്റെ ഡാറ്റ തന്നെയാണ് ശരിക്കും കാണിക്കുന്നത് അല്ലെ. ഓക്കെ, ഇപ്പൊ ഡെൻസ് റാങ്ക് ആകുമ്പോൾ എന്ത് ചെയ്യും, it will return the consecutive rank values. ഓക്കെ, നമുക്ക് അതിന്റെ ഒരു പാർട്ടീഷൻ വെച്ചിട്ടും കൂടി നോക്കാം. സെയിം ഒന്ന് കോപ്പി ചെയ്യാം. ഇവിടെ ഓവറിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, പാർട്ടീഷൻ. പാർട്ടീഷൻ ബൈ കൺട്രി ഐ ഡി. നമ്മൾ എന്ത് ചെയ്ത് കൺട്രി ഐ ഡി വെച്ചിട്ട് പാർട്ടീഷൻ ചെയ്തു. ഓക്കെ, ഓക്കെ, 3 റോ നമ്മൾ എന്ത് ചെയ്തു, റോ നമ്പറും റാങ്കും ഡെൻസ് റാങ്കും നമ്മൾ പാർട്ടീഷൻ ബൈ കൺട്രി ഐ ഡി വെച്ചിട്ട് പറഞ്ഞു. നമുക്കൊന്ന് ഡിസ്പ്ലേ നോക്കാം. കണ്ടോ, ഇതില് സെക്കൻഡ് 2000 വന്നിട്ടുള്ള റോ നമ്പർ 1 2 3 4 5 എന്ന് വെച്ചിട്ട് വരും. റാങ്കിലാകുമ്പോൾ എന്ത് ചെയ്യും, 3 2 വന്നു, 3ഉം 4ഉം സ്കിപ്പ് ചെയ്തിട്ട് 5 6 കാണിച്ചു. ഓക്കെ, ഡെൻസ് റാങ്ക് എന്ത് ചെയ്യും, 3 2 വന്നു, നെക്സ്റ്റ് ഡെൻസ് റാങ്ക് എന്ന് പറഞ്ഞാൽ 3 ആയിരിക്കും. ഓക്കെ, ഇത് സീക്വൻഷ്യൽ ഓർഡറിൽ തന്നെ വരും. ഓക്കെ,
റാങ്കിന്റെ കുളത്തിൽ സ്കിപ്പിംഗ് വരും. ഓക്കെ, ഓക്കെ.